അസ്സലാമു മുത്തുമണികളെ സുഖമല്ലേ? ഇന്നലെ ഞാൻ ആരോടോ മുത്തുമണികളെ സുഖമല്ലേ എന്ന് ചോദിച്ച് വീഡിയോസ് ഇട്ടപ്പോൾ ഒരാൾ എനിക്ക് കമൻറ്റ് ഇട്ടിക്കണം എനിക്ക് സുഖമാണെന്ന്. അതന്നെയാണ് വേണ്ടത്. എനിക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നത് സുഖമാണെന്ന് പറയാൻ വേണ്ടി തന്നെയാണ്. സുഖമല്ലാതെ ആരും പറയില്ലല്ലോ, സുഖം എന്നാണെന്ന് തന്നെ പറഞ്ഞു. പക്ഷെ പറയണം, നല്ല കാര്യം. ഏതായാലും സുഖമായിരിക്കുക, എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ എന്ന് പറഞ്ഞു വന്നാൽ എന്താണെന്നറിയോ, ഇന്നൊരു വല്ലാത്ത ഷോക്കാണ് മക്കളെ. ഞങ്ങളെ നാട്ടിൽ നിന്നാണ് പെരിന്തൽമണ്ണ എല്ലാ ടീച്ചർമാരും ആയിയും മക്കളും എല്ലാവരും കൂടി ടൂറ് പോയത്. വല്ലാത്തൊരു ടൂറാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, ഇരിക്കുന്ന കസാലിൽ നിന്ന് എണിക്കുമെന്ന് ധൈര്യമില്ലാത്ത നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്തത് എൻ്റെ വായും കൊണ്ട് ആവശ്യമില്ലാത്ത ഒരു മനുഷ്യനും ഞാൻ പറയില്ല എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യുന്നതാണ്. തിരുവനന്തപുരത്തേക്ക് പോകും, അല്ലാത്തോടത്തേക്ക് പോകും, എവിടെയാണെങ്കിലും മനുഷ്യന്മാരാരാണെങ്കിലും ഇന്നത്തെ കാലത്ത് യാത്ര ചെയ്യാതിരിക്കണ മനുഷ്യന്മാരുണ്ടാവില്ല. നമ്മളുടെ സമയം എവിടെ വെച്ച് എങ്ങനെയെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ മക്കളുടെ ആ വീട്ടിലേക്ക് ആ മയ്യത്തുകൾ എത്തുമ്പോൾ തമ്പുരാനെ ആ വീട്ടിലുള്ള ആ സഹോദരി സഹോദരന്മാരും മക്കളും മറ്റുള്ളവരും അതിൽ ഒരു കൂട്ടരുണ്ട്, മക്കളില്ലാത്ത ഒരു ഭാര്യയും ഭർത്താവും. നല്ലൊരു വീട് റംലാനിന് വാങ്ങിയിട്ട് അവരിപ്പോൾ താമസം ആയിട്ട് കുറച്ചായിട്ടുള്ളൂ. ആ വീട് കാണിക്കുന്നു, അവരെ രണ്ടുപേരെയും കാണിക്കുന്നു. മരിക്കുകയാണെങ്കിൽ അങ്ങനെ മരിക്കണം. കാരണം കാഴ്ചാപരിമിതിയുള്ള മനുഷ്യനാണ് മജീദ് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ. അതേമാതിരി ആ ടീച്ചറും ആ മനുഷ്യനെ നന്നായിട്ട് നോക്കുന്ന ഒരു മനുഷ്യൻ. മരിച്ചപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് മരിച്ചുപോയി. നേരെ മറിച്ച് ആ ടീച്ചർ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അതിനെ കൊണ്ടുപോയി. നേരെ മറിച്ച് കാഴ്ചാപരിമിതിയുള്ള ഒരു മനുഷ്യനും മക്കളില്ലാതിരിക്കുകയും ഈ പറഞ്ഞ മാതിരി ഈ ടീച്ചർ മരിച്ചു പോവുകയും ചെയ്യുകയാണെങ്കിൽ അത്ര നല്ലൊരു വീട്ടിൻ്റെ അകത്ത് പുകഞ്ഞുകൊണ്ട് ആ മനുഷ്യന് ജീവിക്കേണ്ടി വന്നേനെ. പക്ഷെ എന്താണെങ്കിലും ആ രണ്ടുപേരും ഒരേ ഇതിൽ അള്ളാഹു അവരെ രണ്ടുപേരെയും ഒരുമിച്ച് വിളിച്ചു. ഒരാളെ കഷ്ടപ്പെടുത്തി ഒരാളെ കഷ്ടപ്പെടുത്താതെ അവരെ രണ്ടുപേരെയും കൊണ്ടുപോയി. മറ്റുള്ളത് ഈ പറഞ്ഞ മാതിരി മക്കൾ കരയുന്നത് കേട്ടാൽ നമുക്ക് സഖി വരില്ല. മക്കളും മറ്റുള്ളവരും സ്കൂൾ കുട്ടികളും നാട്ടുകാരും തമ്പുരാനെ ഒരു കാരണവശാലും അള്ളാഹുവേ ഇതുപോലെയുള്ള ഒരു അപകടങ്ങളൊന്നും നമ്മളെ കണ്ണിൽ കാണാനില്ല ഏട്ടാ, ഇനി വരുത്താതിരിക്കട്ടെ റഹ്മാനായ റബ്ബ്. കാരണം എത്ര തന്നെ നമ്മൾ പറയുന്ന ആൾക്കാരാണെങ്കിലും ഇങ്ങനത്തെ ഉള്ള അവസരങ്ങളൊക്കെ വന്നു പോകുമ്പോൾ അത് നേരിൽ കണ്ട ഒരു സഹോദരൻ മറ്റേ ചാനലിനോട് ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് ആ സഹോദരൻ വിളിച്ച് പറയുന്നുണ്ട് ന്യൂസ് ചാനലിൽ. നമുക്കിതൊന്നും നേരിട്ടുണ്ടാകുന്ന അനുഭവങ്ങളല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ന്യൂസുകൾ കാണുമ്പോൾ ആ ന്യൂസിലൂടെ കാണുന്നത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അത്രയ്ക്കും വേദനാജനകമാണ്. കാരണം അതിൻ്റെ മുമ്പേ 16-ാം വളവിൽ നിന്ന് കാണുമ്പോൾ അവർ ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ചായ വെച്ചിട്ട് ചായപാത്രം കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ മനുഷ്യൻ നിൽക്കുന്നത്. അതേ സെക്കൻഡുകൾക്കുള്ളിൽ 13-ൽ നിന്നും അവർ 9-ാം വളവിലേക്ക് ആ വണ്ടി മറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ടൂറ് പോകുന്നവരാണെങ്കിലും വീട്ടിലിരിക്കുന്നവരാണെങ്കിലും നമ്മളെല്ലാവരും എല്ലാ നാട്ടിലേക്കും പോകുന്ന ആൾക്കാരാണ്, യാത്രയാണ്. അപ്പോൾ മരണം എപ്പോൾ നമ്മുടെ കൂടെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അത് കാണുമ്പോൾ വല്ലാത്തൊരു വേദന തോന്നി. ഇന്നലെ അതിനെപ്പറ്റി പറയണമെന്നില്ല, പക്ഷെ ഇന്നലെ ഉള്ള നേരം കൂടി വീഡിയോസ് എടുക്കാതെ ഞാൻ അതിന് മുമ്പ് ചെയ്ത വീഡിയോസുകളാണ് ഞാൻ വിട്ടിരുന്നത്. ഇപ്പോൾ ഇന്നലെ ഞാനത് ആ സമയം കൂടി അത് കാണാനിരുന്നു. കാരണം ആ ന്യൂസ് കാണാൻ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാലും ഇനിയിപ്പോൾ മരിച്ച് മറവ് ചെയ്യലെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അവരെ പറ്റിയൊന്നുമില്ല. ഇനിയിപ്പോൾ ആ ആക്സിഡൻറ്റ് നടന്ന സ്ഥലം വീണ്ടും എല്ലാവരും പോയി എന്ന് കാണിക്കുന്നതും അത് വീഡിയോസിൽ കാണിക്കുന്നതും ന്യൂസ് ചാനലിൽ കൂടെ കാണിക്കുന്നത് മാത്രമേ കാണുള്ളൂ. അല്ലാത്തതെല്ലാം തീർന്നു. ഏതായാലും അള്ളാഹു നമ്മളെ എല്ലാവരും, കാരണം ഞാൻ ഇന്നലെ മിഞ്ഞാന്നേറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ നമ്മുടെ സ്വന്തം രാജ്യമാണ്. ഇന്ത്യയിലുള്ള എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണെന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ആരെങ്ങനെ ചിന്തിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മളെ കുടുംബത്തിനെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്ത വീഡിയോസിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.